കുറച്ച് ദിവസമായി കുക്കിങ്ങിൻ്റെ വീഡിയോ ആയിട്ട് വരാത്തതിന് എല്ലാവരും പറയുന്ന ഫാമിലി തന്നെ എൻ്റെ കുക്കിങ്ങിൻ്റെ വീഡിയോ ഇടാത്തതെന്ന് ചോദിക്കുന്ന കുറേ ഫ്രണ്ട്സ് ഫാമിലി എല്ലാവരും ചോദിക്കുന്നു. ഇന്നത്തെ സ്പെഷ്യൽ എൻ്റെ പെങ്ങളെ മട്ടൻ കറി. അപ്പോൾ എല്ലാവരും ട്രൈ ആക്കിയിട്ട് നോക്കണോ, ഇങ്ങനെ വെച്ചോക്ക്. ഒരിക്കലും നല്ല പാങ്ങിൽ ക്ലീൻ ആക്കിയിട്ടില്ലേ, കുറച്ച് സർക്കെല്ലാം വെച്ചോ. എൻ്റെ 10-20 കൂട്ടം കഴിഞ്ഞ് അങ്ങനെ ക്ലീൻ ആയിക്കോ. അപ്പില്ലേ ഈ മട്ടൻ കൂട്ടാത്ത ആളെല്ലാം ഇങ്ങനെ വെച്ചിട്ട് നോക്കിക്കോ, കൂട്ടും എന്തായാലും. ആദ്യം തന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ഉപ്പിട്ടിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് 4-5 വിസിലെടുക്കണം. അടുപ്പത്ത് വെച്ചിട്ട് ഗ്യാസിൽ വെച്ചിട്ടാ അങ്ങനെ വെച്ചിട്ട് വിസിലെടുക്കണം. കുക്കർ വിസിൽ വരുമ്പോഴേക്ക് നമുക്ക് വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് അത് 3 ഇട്ടിട്ട് നല്ല പാങ്ങിലടിക്കാം. നല്ല പാങ്ങിലല്ല, ഒരു 2-3 കിറക്കിറക്കിറാക്കിയാൽ മതി. അതിൻ്റെ ഇടയിൽ അടുപ്പത്ത് സവാള കായ്ക്കാൻ വെക്കുക. ഒരു 3 സവാള അങ്ങനെ എടുത്തോ. അത് ഇതാകുമ്പോൾ കുക്കറിലെല്ലാം സൗണ്ട് കേൾക്കും, അത് മെയിനാക്കണ്ട. അത് കുക്കിക്കൊണ്ടിട്ടിട്ട് 4-5 വിസിൽ വേണം. അതിൻ്റെ ഇടയിൽ നമുക്ക് കുറച്ച് ഉപ്പെല്ലാം ഇട്ടിട്ട് സവാള കായ്ച്ചിട്ടെടുക്കുക. നല്ല ചോന്ന പോലെ ആട്ട്. ഗരം മസാലയ്ക്കുള്ള കുരുമുളക് പൊടി, വലിയ ജീരകം, കറാമ്പ്, പട്ട, ഏലക്ക ഇത് മിക്സിയിൽ നല്ലയിൽ കിറാക്കിയിട്ട് വരണം. തക്കാളി, വെളുത്തുള്ളി, ഇഞ്ചി ഇതെല്ലാം ഒന്നാകെ ഇട്ടിട്ട് കൊടുത്തിട്ട് നല്ല പകല മിക്സ് ആക്കുന്നതെന്ന് ചെല്ലെങ്കിൽ നല്ല പകല ഫ്രൈ ആയിട്ട് വരുന്നതാ, പേസ്റ്റ് രൂപത്തിൽ വരുന്നില്ല. ഇങ്ങനെ ആക്കിയിട്ട് പിന്നെ ഗ്യാസ് ഓഫ് ആക്കിയിട്ട് വെച്ചാൽ മതി. അങ്ങനെ നമ്മൾ മട്ടൻ ആയതിന് ശേഷം ഇല്ലേ കുറച്ച് മട്ടൻ മസാലയും പൊടിച്ച് വെച്ച് നമ്മൾ ഗരം മസാലയുടെ പൊടി മിക്സ് ആക്കി കൊടുത്തിട്ട് കുറച്ച് മല്ലിച്ചപ്പൊട്ടിട്ട് നല്ല പങ്ക് ഇളക്കി കൊടുക്കണം. അതിൻ്റെ ഇടയിലില്ലേ കുറച്ച് മുളകുപൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി ഇട്ടിട്ടില്ലേ വറുത്തിട്ടില്ലേ അതിലേക്ക് ഇടണം. വറുത്ത് വെച്ച പൊടിയും കായ്ച്ച് വെച്ച മസാലയും മട്ടനിലേക്ക് എല്ലാം ഒന്നാകെ ഇടാൻ പോകുന്നു മക്കളെ. അങ്ങനെ നല്ല പങ്ക് മിക്സ് ആക്കുമ്പോൾ ഒരു മണം വരുന്നത്. അത് ഇതുവരെ കൂട്ടാത്ത ആൾക്ക് ഇങ്ങനെ വെച്ച് നോക്കിയാൽ കൂട്ടാൻ പറ്റും. മട്ടനല്ലേ കൂട്ടാത്ത കുറേ ആളുണ്ടാകുന്നില്ല, അപ്പോൾ ഇങ്ങനെ വെച്ച് നോക്ക്. അങ്ങനെ നമ്മൾ കറി റെഡിയായി. ഇത് നല്ല സ്പെഷ്യൽ കറി, എന്തായാലും ഒരിക്കൽ ട്രൈ ആക്കിയിട്ട് എനിക്ക് ഇതിന് അഭിപ്രായം. ആദ്യമായിട്ട് വീഡിയോ കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ, കമൻറ്റ് എന്തായാലും ഇടണം.